ഞാനിന്നൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നത്. ഇത് ഒരു തസ്ഡേയും ഫ്രൈഡേയിലുള്ള ഒരു വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ വ്ളോഗൊന്നുമല്ല, ഒരു ചെറിയ കുഞ്ഞു വ്ളോഗാണ്. ഇത് ഞാൻ കുട്ടിക്ക് മൾട്ടിഗ്രെയിൻ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. ഇത് ഞാൻ 2 ദിവസം മുമ്പേ വെയിലത്ത് ഉണക്കിയതാണ്. അതായത് അരി, ഗോതമ്പ്, രാഗി, എല്ലാ പയറ് വർഗ്ഗങ്ങളും എല്ലാ പരിപ്പ് വർഗ്ഗങ്ങളുമാണ്. പയറും പരിപ്പും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുതിർത്തിട്ട് വെച്ചതാണ്. രാവിലെ വെയിലത്തിട്ടു. ഇത് നല്ലോണം വെയിലുണ്ട് ഇവിടെ, അതായത് കൊണ്ട് പ്രശ്നമില്ല. ഇത് നാട്ടിലാരും ഇപ്പോൾ ഉണ്ടാക്കരുത്. നല്ല മഴയും വെയിലും പ്രോപ്പറായി ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പാടില്ല. ഇത് പൂപ്പൽ വരും. കുട്ടികൾ കൊടുക്കാനുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇത് ഇവിടെ ഒരു മില്ലിൽ പൊടിച്ചു തരാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ നിന്നത്. പൊതുവെ ഞാൻ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരലാണ്. കുതിർത്താത്ത സാധനം പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്തത് ഓട്സ്, ബദാം, പൊട്ടുകടല, പിന്നെ ഏലക്ക. ബാക്കി അതും കുതിർത്തി വെച്ചതും ഞാൻ ഫ്രൈ ചെയ്തിരുന്നു. അത് കാണിച്ചില്ല എന്നുള്ളൂ. അത് നല്ലോണം എല്ലാം മിക്സ് ചെയ്തിട്ട് ചൂടാറിയ ശേഷം മില്ല് കൊടുത്താൽ മതി. പിന്നെ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങി. ബീട്രൂട്ട് അച്ചാറും നാരങ്ങ അച്ചാറും. ബീട്രൂട്ട് അച്ചാർ ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. റെസിപ്പി വേണ്ടവർ എൻ്റെ വീഡിയോ ഒന്ന് നോക്കുക. ബീട്രൂട്ട് അച്ചാർ ബ്രദർ നാരങ്ങച്ചാർ കഴിക്കൂല, അതുകൊണ്ടാണ് ബ്രദർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് നാരങ്ങച്ചാർ ഇഷ്ടമാണ്. പിന്നെ നാരങ്ങ ഞാനൊന്ന് അപ്പച്ചമ്പിൽ ഒരു 5 മിനിറ്റ് ആവി വറുത്തിട്ട് കട്ട് ചെയ്ത് ഉപ്പിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫിഷ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫിഷ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് അബുദാബി. ഞാൻ ആദ്യമായിട്ട് പോവാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റ് പോയിട്ടുണ്ട്, ഫിഷ് മാർക്കറ്റ് പോയിട്ടില്ല. അപ്പോൾ ഫിഷ് മാർക്കറ്റ് പോകാനുണ്ട്. അപ്പോൾ നിങ്ങളും കൂടി കാണിക്കാൻ വിചാരിച്ചു. അവിടെ പോയിട്ട് കാണിക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ശ്രമിക്കാം. ഏതായാലും വെജിറ്റബിൾ സെക്ഷൻ ഞാൻ കാണിക്കാം. അത് അവിടെ ഞാൻ സ്ഥിരമായി പോകാറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോകാൻ തുടങ്ങി. ഉച്ച ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിരിക്കണം. നല്ല ചൂടാണ്. ഇപ്പോൾ ഈ സമയത്ത് പോകാനുള്ള കാരണം പറഞ്ഞാൽ മാർക്കറ്റ് 5 മണിയാകുമ്പോൾ പൂട്ടും. അതുകൊണ്ട് കുറച്ച് നേരത്തെ പോവാണ്. ബട്ട് നല്ല ചൂടാണ്. ഈ സമയത്ത് അങ്ങനെ പോകുന്നത് അത്ര ശരിയല്ല. ഇത് ടണൽ വഴിയാണ് ഞങ്ങൾ പോണത്. മീനൊക്കെ പോകുമ്പോൾ ഈ ടണൽ എടുക്കുന്നത് നല്ലതാണെന്ന് ഹസ്ബൻഡ് പറയും. കാരണം കുറേ ട്രാഫിക്കും സിഗ്നലൊക്കെ ഒഴിവായി കിട്ടുമെന്ന്. ഇപ്പോൾ ഇത് കാണുന്നതാണ് ഞങ്ങൾ വെജിറ്റബിൾ മാർക്കറ്റ്. ഫസ്റ്റ് ഞങ്ങൾ പോണത് ഫിഷ് മാർക്കറ്റിലാണ്. വെജിറ്റബിൾ മാർക്കറ്റ് പിന്നെ രാത്രി വരെ ഉണ്ടാവും. ഫിഷ് മാർക്കറ്റ് ഉണ്ടാവില്ല. ഇവിടെ ഒന്നും നടക്കാൻ വയ്യ സത്യത്തിൽ. ബട്ട് ഈ സമയത്ത് ഒരിക്കലും വരാൻ പാടില്ല. എല്ലാ തലവേദനയൊക്കെ ഉണ്ടായി എനിക്ക് പോയി വന്നിട്ട്. പക്ഷേ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്ന കൊണ്ടാണ് പോണത്. ചൂട് പ്രശ്നമൊന്നും ഇവിടെ കാണുന്നില്ല. നല്ല ആൾക്കാരുണ്ട്. ബട്ട് ഇവിടെ സേഫ്റ്റി മെജേഴ്സ് ഒക്കെ പാലിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞങ്ങൾ ടെമ്പറേച്ചറും ഗ്ലൗസും മാസ്കും ഒക്കെ തരണുണ്ട് അവർ. കച്ചവടമൊക്കെ കുറവാണെന്നാണ് അവർ പറയുന്നത്. കാരണം ചൂടത്ത് പൊതുവെ ആൾക്കാർ രാത്രിയാണ് വരുന്നത്, വൈകിട്ട് ശേഷം. പക്ഷേ വീക്കെൻഡും കൂടി ആയതുകൊണ്ട് അവർക്ക് നല്ല കച്ചവടമുള്ള ദിവസങ്ങളാണ്. ആൾക്കാർ വരുന്നില്ല, കച്ചവടം മോശമാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഞാൻ കുറച്ച് മീൻ മേടിച്ചു. 1-2 ആഴ്ചക്കുള്ള മീനാണ് ഞാൻ മേടിക്കൽ. ഈ സ്റ്റോളിൽ വന്നപ്പോൾ നല്ല വിലക്ക് മീൻ തന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി മീൻ മേടിച്ചു. മലയാളി ആയിരുന്നു, അപ്പോൾ കുറച്ച് നല്ല മീനൊക്കെ തന്നു. ഫ്രഷ് മീനാണ് ഇവിടെ. ഞാൻ കട്ട് ചെയ്തൊന്നും എടുക്കാറില്ല, കാരണം ഞാൻ തന്നെ കട്ട് ചെയ്യലാണ്. കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ് പോവും. പിന്നെ കുറച്ച് കൂടുതൽ മീൻ കൊണ്ടുവന്ന അന്നൊക്കെ ഉള്ള എത്ര 2 മീനോ ആവശ്യമില്ല നമുക്ക് ഉണ്ടാവുള്ളൂ. അത് സെപ്പറേറ്റ് കവറിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളത്തിലിട്ട് കട്ട് ചെയ്ത് എടുക്കലാണ്. പിന്നെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന് വെജിറ്റബിൾ മാർക്കറ്റിൽ വന്ന് ഈ ഷോപ്പിലാണ് ഞങ്ങൾ സ്ഥിരമായി പോകല്. ഗ്രീൻ ഫാം പറഞ്ഞിട്ട്. ഇവർ മെയിൻലി ഹോൾസെയിൽ ബിസിനസ്സാണ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് റീറ്റെയിലും ചെയ്യും. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ വരും. ഇവിടെ നല്ല ഫ്രഷ് വെജിറ്റബിൾസാണ് കിട്ടല്. ഞാൻ ലോക്ക്ഡൗണിന് മുമ്പൊക്കെ ഇവിടെ തന്നെയാണ് വന്ന് മേടിക്കുന്നുണ്ടായത്. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കുന്നേക്കാൾ വില കുറവിനും കിട്ടും, നല്ല ഫ്രഷും കിട്ടും. മലയാളി ആവുമ്പോൾ നല്ല വിലക്ക് തരുകയും ചെയ്യും. നല്ല തേങ്ങ കിട്ടും ഇവിടെ. പൊതുവേ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ ഞാൻ ഇപ്പോൾ പൊട്ടിക്കുമ്പോൾ 1-2 ഞാൻ കലിയാലാണ്. അത്ര നന്നാവില്ല. കുറച്ച് അത്ര നല്ല സ്മെല്ലുണ്ടാവില്ല. ഇവിടെ നിന്നാകുമ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് സ്മെല്ലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ച് വന്നു. വൈകുന്നേരമായി. പിന്നെ ഞങ്ങൾ ഫിഷ് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ച നല്ല മീനൊക്കെ കിട്ടി. അപ്പോൾ ബ്ലാക്ക് പോംപ്ലെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ്. കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളക് ജീരകം അയമോദകം മല്ലിപ്പൊടി ഗരം മസാല കസൂരി മേത്തി നാരങ്ങ
കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച മീനക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടിയിട്ട് നല്ല തേച്ച് പിടിപ്പിക്കുക. മീൻ നല്ലോണം ഡീപ്പായിട്ട് വേണം വരച്ചു കൊടുക്കാൻ. കുറച്ച് ഉള്ളിലോട്ട് വരച്ചു കൊടുക്കുക. അതുക്കും കൂടി ഉള്ളിലോട്ട് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ക്രഷ് ചെയ്തിട്ടുള്ള മസാലയും അതിൽ നല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളിലും തല ആ സൈഡ് ഫുള്ളും മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ അളവ് പറയുന്നില്ല. ഞാൻ എടുത്ത മീനിൻ്റെ വെയിറ്റ് ആവില്ല നിങ്ങൾ എടുക്കുന്ന മീൻ, ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റിയും ആവില്ല. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് എത്ര മീനാകുമ്പോൾ എത്ര വേണമെന്ന് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. മീൻ മസാല പറ്റിയ ശേഷം ഒരു അരമണിക്കൂറോ 20 മിനിറ്റോ ഒന്നും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിലല്ല, താഴെയൊന്ന് വെച്ചാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നെക്സ്റ്റ് സെക്കൻഡ് മാരിനേഷൻ റെഡിയാക്കുക. അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച 2 ടീസ്പൂൺ മസാല, തൈര്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഉപ്പ്, ഓലിവ് ഓയിൽ, പിന്നെ കുറച്ച് ബേസിൻ പൗഡർ, അതായത് കടലമാവ് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ. കടലമാവ് ഇടുന്നത് ഞാൻ ആഡ് ചെയ്യുന്നത് കാണിച്ചില്ല. അത് നല്ലോണം അതുപോലെ തന്നെ തേച്ച് പിടിക്കുക എല്ലാ സ്ഥലത്തും. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഈ ബാറ്റർ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കാം. ഇതും വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഓവൻ റെഡിയാക്കും. നിങ്ങൾക്ക് ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അടുപ്പുണ്ടെങ്കിൽ ഒന്ന് വാഴയിലും അലുമിനിയം ഫോയിലും കൂടി മൂടിയിട്ട് ആ കനലിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരു 15 മിനിറ്റ് ചുട്ടെടുക്കുക. അല്ലെങ്കിൽ ചുടാൻ പറ്റുകയാണെങ്കിൽ ചുട്ടിട്ടും എടുക്കുക. അതൊന്നും പറ്റൂല്ലെങ്കിൽ ഫ്രൈ പാനിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഈ മസാല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഡീപ് ഫ്രൈ ഒരിക്കലും ഈ ഫിഷ് ചെയ്യരുത്, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ഞാനിത് ഒരു സൈഡ് 10 മിനിറ്റ് റെഡി ആകുമ്പോൾ കുറച്ച് എണ്ണയാണ് ഒഴിക്കുന്നത്. ഓലിവ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. മീനൊക്കെ കോക്കനട്ട് ഓയിൽ നല്ല ഫ്ലേവറാണ്. ബട്ട് ഗ്രില്ല് ചെയ്യുമ്പോൾ ഞങ്ങൾ ഓലിവ് ഓയിലാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. മൊത്തത്തിലൊരു 15-20 മിനിറ്റ് എടുത്തു, അത്രേ ഉള്ളൂ. കുറച്ച് കാലമായിട്ട് ഞങ്ങൾക്ക് നല്ല മീനൊന്നും കിട്ടിയില്ലായിരുന്നു. ഇവിടെ സൂപ്പർ മാർക്കറ്റ് നല്ല റേറ്റും ആയിരുന്നു, അത്ര ഫ്രഷ് മീനും അല്ലായിരുന്നു. കുറേ കാലമായിരുന്നു ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ടും നല്ല മീൻ കിട്ടിയിട്ടും ചെറിയ മീനൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗ്രില്ല് റെഡി ആയപ്പോൾ ഞാൻ അമ്മൂസും സാലഡൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി. അമ്മൂസ് വീഡിയോ എടുക്കണം വിചാരിച്ചു, ബട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. തേഴ്സ്ഡേയിലുള്ള വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഫ്രൈഡേയിലുള്ള വിശേഷങ്ങൾക്ക് പോവാം. രാവിലത്തെ നോർമൽ കാര്യങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അത് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കേണ്ട വിചാരിച്ചു. പിന്നെ ഞാൻ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഇത് കാണിക്കുകയാണെങ്കിൽ ഒരുപാട് ലെന്തി ആയി പോകും, നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ നിങ്ങൾ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോ സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് ഇടാം, വ്ളോഗായിട്ട് ഇടുന്നില്ല. ഇത് നല്ലൊരു മസാല ആണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഒരു റെസിപ്പി കണ്ടെത്തിയതാണ്. എനിക്കറിയില്ല നിങ്ങൾ ഇതുപോലെയാണോ ഉണ്ടാക്കുന്നതെന്ന്. ഇത് നല്ല രസമാണ് ഉണ്ടാക്കിയാൽ. എൻ്റെ ഹസ്ബൻഡിക്ക് വളരെ ഇഷ്ടമാണ് ഇത്. ഞാൻ ഫിഷ് ബിരിയാണി ലോങ് ഗ്രെയിൻ ബസ്മതി റൈസിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നാട്ടിലൊക്കെ ആൾക്കാർ ഗീ റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കൽ. എനിക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ലോങ് ഗ്രെയിനിലാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാൻ ഇത് അടുത്ത വീഡിയോയിൽ ഇടും. നിങ്ങൾ ഡെഫിനറ്റ്ലി ആയിട്ട് ഇത് ട്രൈ ചെയ്യണം. ഇപ്പം നാട്ടിൽ അത്ര നല്ല മീൻ കിട്ടുന്നുണ്ടാവില്ല, മഴക്കാലല്ലേ. ബട്ട് നിങ്ങൾക്ക് മീൻ കിട്ടുമ്പോൾ ഉണ്ടാക്കാമെന്നുള്ളൂ. ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു അടുത്തുണ്ടെങ്കിൽ എനിക്ക് വരായിരുന്നു, ഇവിടെ മീനൊന്നും കിട്ടാനില്ല. എന്നാൽ നാട്ടിൽ കോവിഡായിട്ട് ഹാർബറൊക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ മോനക്ക് ഭയങ്കര ധൃതിയാണ് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് പുറത്ത് പോകണമെന്ന്. അതായത് ഇപ്പം നല്ല ചൂടാണ്, ഇപ്പോൾ പോകാൻ പറ്റില്ല, വൈകുന്നേരം പോവുള്ളൂ.
ഞാനും മോനും ഒരു സൈക്കിൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് സൈക്കിളൊന്നും ഓടിച്ച് നോക്കാനുള്ള ധൃതിയിലാണ് മോന്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ശല്യമാണ് ഇവിടെ, ഭയങ്കര ബുദ്ധിമുട്ടിക്കാണ് പോവാന്ന്. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിൻ്റെ അടുത്തും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ എന്തായാലും മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. എനിക്കറിയാം ഞാൻ സംസാരിക്കുന്നത് പ്രോപ്പർ അല്ലാന്ന്. എന്തായാലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി സൈക്കിൾ ഓട്ടാൻ. മോന് ഭയങ്കര ഹാപ്പിയാണ്. ബട്ട് മോനക്ക് എൻ്റെക്കാൾ മുമ്പിൽ പോകണം, അതൊരിക്കലും നടക്കില്ല. ഇത് 1.5 കിലോമീറ്റർ ഉണ്ട് ഈ ട്രാക്ക്. അപ്പം ഞാൻ സ്പീഡായി പോയി. മോന് പിന്നിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് റിട്ടേൺ അടിച്ചെത്താലോ വെച്ചിട്ട്. പിന്നെ ഞങ്ങൾ പൊതുവേ പെണ്ണുങ്ങൾ എക്സസൈസ് ചെയ്യണം, അതായത് ചെറുതായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യണം. പൊതുവേ എല്ലാവരും പറയും ഞങ്ങൾ വീട്ടിൽ അത്യാവശ്യം പണി എടുക്കുന്നുണ്ടല്ലോ. വീട്ടിലെടുക്കുന്ന പണിയൊന്നും പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ. ഞങ്ങൾക്കൊക്കെ മെഷീനറീസാണ്, എല്ലാം ഞങ്ങൾ എളുപ്പപ്പണിയാണല്ലോ ചെയ്യുന്നത്. പണ്ട് ഞങ്ങൾ വലിയമ്മമാരൊന്നും നല്ല ഹെൽത്തിയാണ്. എൻ്റെ വലിയമ്മമാരൊക്കെ 19 വയസ്സായി, ഇപ്പോഴും നല്ല ഹെൽത്തിയാണ്, ഒരു അസുഖം അവർക്കില്ല. പക്ഷെ അത്ര ആരോഗ്യമൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ പറ്റുമെങ്കിൽ ഞങ്ങൾ ഒന്ന് നടക്കുക, കൈയും കാലം അണിക്കൊന്ന് നടക്കുക, മുറ്റം അടിച്ചെടുക്കുക, കിണറ്റുനിന്ന് വെള്ളം കോരുക, അങ്ങനത്തെ പണിയൊക്കെ ചെയ്യണം. അതൊന്നും ഇപ്പം ഞങ്ങൾ ചെയ്യാറില്ലല്ലോ. അപ്പോൾ പറ്റുന്ന എക്സസൈസ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് സൈക്കിൾ ഓട്ടാനല്ല ഞാൻ പറയുന്നത്, ഞങ്ങൾ പറ്റുന്ന എക്സസൈസ് പെണ്ണുങ്ങൾ ചെയ്യണം. അത് ഞങ്ങൾ പെണ്ണുങ്ങൾ ആരോഗ്യമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ഹെൽത്തി ആയിട്ട് ഇരിക്കുള്ളൂ. അത് നിങ്ങൾക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എന്താന്ന് വെച്ചിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. മോന് ഭയങ്കര ഹാപ്പിയിലാണ് സൈക്കിൾ ഓട്ടുന്നത്. ചെറുതായിട്ട് ചൂടൊക്കെ കുറവുണ്ട് ഈ സമയമാകുമ്പോഴത്തേക്ക്, ഒരു 7 മണിയൊക്കെ ആവും. ഇവിടെ ബാങ്ക് മഗ്‌രിബൊക്കെ കൊടുക്കുമ്പോൾ 7:15 ആവും. അതുവരെ ഞങ്ങൾ ഒന്ന് സൈക്കിൾ ഓട്ടി. മോനും ബ്രദർ വീട്ടിലാണ്. മോന് ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെയാണ് സൈക്കിൾ ഓട്ടാൻ പഠിച്ചതുള്ള സന്തോഷത്തിലാണ്. നടക്കലായിരുന്നു. സൈക്കിൾ എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് സൈക്കിൾ ഡെലിവറി ചെയ്യില്ലായിരുന്നു അബുദാബിക്ക്. അപ്പോൾ ഇന്നലെ അവരെ ഡെലിവറി ചെയ്തു. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ വന്നിട്ട് ഇവിടെ ഓട്ടി. മോനക്കും മേടിച്ചിട്ടുണ്ട്, എനിക്കും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാലം എക്സസൈസ് ചെയ്യാൻ വിചാരിച്ചു. അതാണ് ഞങ്ങൾ ഇന്നത്തെ വിശേഷം. ഞങ്ങൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.